Good morning, welcome to my show again. This is Ravi Madhavan. Hope you enjoy my other stories. Today I am coming with a special story. The story how I taught my grandmother to read. Written by Sudha Murty. Sudha Murty is a prolific writer and a computer teacher, and she is also the chairperson of the Infosys and wife of the great Narayana Murthy, the founder of Infosys. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കഥ ഹൗ ഐ ടോട്ട് മൈ ഗ്രാൻഡ് മദർ ടു റീഡ്. എങ്ങനെയാണ് ഞാൻ എൻ്റെ അമ്മൂമ്മയെ വായിക്കാൻ പഠിപ്പിച്ചത്. ഇതെഴുതിയത് സുധാമൂർത്തിയാണ്. സുധാമൂർത്തി എന്ന് പറഞ്ഞാൽ കന്നഡയിൽ വളരെയധികം പ്രസിദ്ധമായിട്ടുള്ള ഒരു എഴുത്തുകാരിയാണ്. ഇദ്ദേഹം കല്യാണം കഴിച്ചിട്ടുള്ളത് നമ്മുടെ നാരായണമൂർത്തിയാണ്. അതുപോലെ തന്നെ ഇൻഫോസിസിൻ്റെ ചെയർപേഴ്സണാണ്. ആൻഡ് ഷി ഹാസ് ഗോട്ട് പത്മശ്രീ ആൾസോ. പത്മശ്രീ അവാർഡും ഈ വ്യക്തിക്ക് അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ലെസൺ ആൻഡ് ദിസ് ലെസൺ, ഫസ്റ്റ് ഓഫ് ഓൾ ഐ വാണ്ട് ടു ടെൽ യു വൺ തിങ്. You try to read the stories of Sudha Murty as many as possible. സുധാമൂർത്തിയുടെ കഥകൾ വളരെ സിമ്പിളാണ്, വായിച്ചാൽ ആർക്കും മനസ്സിലാവും. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ്, റീഡ് ഹെർ സ്റ്റോറീസ്. ഓക്കെ, ആൻഡ് ദിസ് സ്റ്റോറി how I taught my grandmother to read. There was a time in Kerala also. There was a time, അങ്ങനെ ഒരു കാലം കേരളത്തിലുണ്ടായിരുന്നു. എന്താ വെച്ചാൽ ഏകദേശം ഒരു 1970s, ഒരു 1970-കൾ 65-കൾ ആ കാലഘട്ടത്തിൽ കേരളത്തിലടക്കം മിക്കവാറും ആളുകൾ, അത്യാവശ്യം ഇപ്പം എൻ്റെ അമ്മയടക്കം അല്ലെങ്കിൽ ആ ജനറേഷനിലുള്ള അമ്മമാർ മറ്റാരും വിദ്യാഭ്യാസമുള്ളവരായിരുന്നില്ല. During those period in 1960s and 70s, most of the mothers, even fathers also, were not educated and they wanted their children to be educated. Here is a story of a grandmother and a granddaughter. ഇവിടെ നമ്മൾ പറയാൻ പോണതും ഒരു ഗ്രാൻഡ് മദറും ഗ്രാൻഡ് ഡോട്ടറുടെ കഥയാണ്. ഒരു 12 വയസ്സുള്ള ഒരു പെൺകുട്ടിയും ഒരു 62 വയസ്സുള്ള അവരുടെ അമ്മൂമ്മയും തമ്മിലുള്ള ഒരു ആത്മബന്ധത്തിൻ്റെ എ വെരി ക്ലിയർ, ഐ മീൻ ബോണ്ട് ബിറ്റ്വീൻ എ 12-year-old girl and her grandmother. Her name is Krishtaka. And the time and in 1960-70, that time in North Karnataka there were not much transport facilities. Even Kerala also, that period we hardly had any bus in any route, one bus or two bus in a route. ആ 1960-കളിൽ 70-കളിലൊക്കെ കർണാടകയിൽ, നോർത്ത് കർണാടകയിൽ, വടക്കൻ കർണാടകയിൽ ട്രാൻസ്പോർട്ട് സിസ്റ്റം ഒന്നും അത്ര നല്ലതായിരുന്നില്ല. അവർക്ക് ആകെ they had only one bus. Okay, and they were all depending on this bus alone. എല്ലാ കാര്യത്തിനും വേണ്ടിയിട്ട് അവർക്ക് ഡിപ്പെൻഡ് ചെയ്യേണ്ടി, ആശ്രയിക്കേണ്ടി വന്നിരുന്നത് ഈ ഒരു ബസ് മാത്രമായിരുന്നു. ആൻഡ് ദിസ് ഈസ് ദ ബസ് ദാറ്റ് യൂസ് ടു ബ്രിങ് ന്യൂസ് പേപ്പേഴ്സ്, മാഗസിൻ, ഈവൻ പോസ്റ്റ് ആൾസോ. അപ്പോൾ ഈ ബസ്സാണ് എന്ത് കൊണ്ടുവരുന്നത്? പത്രങ്ങൾ, ഡെയിലി രാവിലത്തെ ന്യൂസ് പേപ്പർ അവർക്ക് ഉച്ചയ്ക്കേ കിട്ടുള്ളൂ, കാരണം ഈ ബസ്സിലാണ് വന്നുകൊണ്ടിരുന്നത്. മാഗസിൻ ആയാലും ഒരു ദിവസം ലേറ്റായിട്ടേ വരുള്ളൂ, എല്ലാം ലേറ്റായിട്ട് വരുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ടൈം Triveni was a famous writer in Kannada language. All her stories dealt with the complex problems of the ordinary people, complex psychological problems of the ordinary people. ഈ ത്രിവേണി എന്ന് പറഞ്ഞ ആ മഹത്തായ എഴുത്തുകാരിയുടെ ഒരു നോവലായിരുന്നു കാശി യാത്ര എന്ന് പറയുന്ന ഒരു നോവൽ ഉണ്ടായിരുന്നു. ആ നോവൽ അന്ന് വളരെ പ്രസിദ്ധമായിരുന്നു. അത് വന്നിരുന്ന ദാറ്റ് യൂസ് ടു കം ആസ് സീരിയൽസ് ഇൻ ദ വീക്ക്ലി കർമ്മവീര. കർമ്മവീര എന്ന് പേരുള്ള ഒരു വീക്കിലിയിൽ സീരിയലായിട്ട് എപ്പിസോഡായിട്ടാണ് ഈ നോവൽ വരാറുള്ളത്. ഈ നോവലിൽ ഓരോ കഥാപാത്രങ്ങളും സാധാരണ മനുഷ്യരായിട്ട് വളരെ അവരെ കോംപ്ലക്സ് സൈക്കോളജിക്കൽ പ്രോബ്ലം, നമുക്ക് എല്ലാവരും ജീവിതത്തിൽ വളരെ കുഴപ്പം പിടിച്ചാലും മറ്റു വ്യത്യസ്തമായി നമുക്ക് പറയാൻ പറ്റാത്ത പല പല പ്രോബ്ലംസ് ഉണ്ട്. ഈ പ്രോബ്ലംസ് ഒക്കെ എന്തുണ്ട് ഈ നോവലിലും കാണുമായിരുന്നു. അതുകൊണ്ട് തന്നെ
people identified themselves with the characters of novels. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മളൊരു നോവൽ വായിക്കില്ല, ഒരു സിനിമ വായിക്കുക, ഇത്ര അനുഭവം നമുക്കുണ്ടായി, ഇത്ര സംഭവം നമുക്കുണ്ടായി, കോംപ്ലക്സ് ഒക്കെ കുഴപ്പം പിടിച്ചിട്ടുള്ള സൈക്കോളജിക്കൽ മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ എല്ലാം ആ നോവൽ അതിമനോഹരമായിട്ട് വിവരിക്കുന്നതാണ്. ഈ നോവലിൻ്റെ സമ്മറി, ചുരുക്കരൂപം ഓക്കെ എന്താണെന്ന് വെച്ചാൽ അതിൽ ഒരു അമ്മൂമ്മയുണ്ടായിരുന്നു, ഒരു വയസ്സായ ഒരു സ്ത്രീ. ഇൻ ദ സമ്മറി ഓഫ് ദിസ് നോവൽ ഈസ് ദർ ഈസ് ആൻ ഓൾഡ് വുമൻ, ഹർ ardent desire is to visit Kashi, the Varanasi, and worship Lord Vishweshwara. ഈ നോവലിലെ പ്രധാന കഥാപാത്രം ഒരു അമ്മൂമ്മയാണ്. ഈ അമ്മൂമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് ആർഡൻറ്റ് ഡിസൈർ, ARDENT. ആർഡൻറ്റ് മീൻസ് വളരെ മഹത്തായിട്ടുള്ള അല്ലെങ്കിൽ ഗ്രേറ്റ് ആയിട്ടുള്ള വളരെ അത്യധികം ഒരു ഡിസയർ, DESIR. ഡിസയർ മീൻസ് ആഗ്രഹം. എന്തായിരുന്നു? ടു ഗോ ടു കാശി, നമ്മുടെ ഇന്നത്തെ വാരണാസി, ആൻഡ് വർഷിപ്പ്. വർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുക, പൂജ ചെയ്യുക എന്നൊക്കെ പറയില്ലേ, ആരാധിക്കുക എന്നാ കറക്റ്റ് വേർഡ്. WORSHIP, വർഷിപ്പ് ദ ലോർഡ് വിശ്വേശ്വര. മോസ്റ്റ് ഓഫ് ദ ഹിന്ദുസ് they see it as an ultimate punya. Visiting Kashi seems for them is the ultimate punya. മിക്കവാറും എല്ലാ ഹിന്ദുസിനും ഈ കാശി വിശ്വനാഥനെ പോയി കാണുക, വിശ്വേശ്വരനെ പോയി കാണുക എന്ന് പറഞ്ഞത് അതൊരു അൾട്ടിമേറ്റ്, എന്താ പറഞ്ഞാൽ അവസാനത്തെ ഏറ്റവും വലിയൊരു അൾട്ടിമേറ്റ്. എന്താണ് ഏറ്റവും വലിയ സംഭവം, ഏറ്റവും വലിയ ആഗ്രഹം? അൾട്ടിമേറ്റ് അവസാനത്തെ ഏറ്റവും വലിയ ആഗ്രഹം. ആൻഡ് ദിസ് ലേഡി വാസ് നോട്ട് ദാറ്റ് റിച്ച്. ഈ അമ്മൂമ്മ അത്ര വലിയ പണക്കാരിയായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എന്തുണ്ടായിരുന്നു, അവർ കുറേശ്ശെ ഈ പൈസ സേവ് ചെയ്യായിരുന്നു എന്ന് ഒരു ദിവസം കാശിക്ക് പോകാൻ വേണ്ടി. ദിസ് ഗ്രാൻഡ്മ വാസ് നോട്ട് റിച്ച് ആൻഡ് ഷീ വാസ് സേവിങ് ഓൾ ദ മണി ഷീ കുഡ്. അവർക്ക് കഴിയാവുന്ന പൈസ മുഴുവൻ സേവ് ചെയ്ത് ഒരു ദിവസം കാശിയിലേക്ക് പോകുക എന്നതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം. പക്ഷേ അവരറിയുന്ന ഒരു ബട്ട് ദർ വാസ് ആൻ ഓർഫൻ ഗേൾ. ഓർഫൻ, ORPHAN. ഓർഫൻ മീൻസ് അനാഥ കുട്ടി. അവിടെ ദർ വാസ് ആൻ ഓർഫൻ ഗേൾ ഹു വാസ് ഇൻ ലവ് വിത്ത് സംബഡി. ആ ഒരു ഓർഫൻ ഗേൾ ഉണ്ടായിരുന്നു, ഒരു അനാഥ പെൺകുട്ടി മറ്റൊരാളായിട്ട് പ്രണയത്തിലായിരുന്നു. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ, ഷീ ഡിഡിൻ ഹാവ് ദ മണി ഫോർ ദ മാരേജ്. ആ കുട്ടിക്ക് കല്യാണം കഴിക്കാനുള്ള പൈസ കുട്ടിയുടെ കയ്യിൽ ഇല്ലായിരുന്നു. അതുകൊണ്ട് എന്താണ് ചെയ്യുന്ന ഒരു മഹത്തായ ഗ്രേറ്റ് തിങ് ദ ഗ്രാൻഡ്മ ഈസ് ഡൂയിങ്. വാട്ട് ഷീ ഈസ് ഡൂയിങ്? ഷീ ഈസ് ഗിവിങ് ഓൾ ഹർ സേവിങ്സ് ഫോർ ദ മാരേജ് ഓഫ് ദിസ് യങ് ഓർഫൻ ഗേൾ. ഈ അമ്മൂമ്മ എന്താണ് ചെയ്യുന്നത്? ഈ അവരുടെ സമ്പാദ്യം മുഴുവൻ, അവിടെ ഒരു പാവപ്പെട്ട പെൺകുട്ടി ഉണ്ട്, ഒരു അനാഥ കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി അവരിൽ ഇതുവരെ ഉണ്ടായിരുന്ന കാശിക്ക് പോകാൻ വെച്ചിരുന്ന ആ പൈസ മുഴുവൻ എടുത്ത് ആ കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി കൊടുക്കുകയാണ്. എന്നിട്ട് അമ്മൂമ്മ അതിന് പറയുന്ന ഒരു ന്യായീകരണം കേൾക്കൂ. The happiness of the orphan girl is more important than worshipping Vishweshwara at Lord Vishweshwara at Kashi. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ആ സന്തോഷം, the happiness of this orphan girl, ഈ അനാഥ പെൺകുട്ടിയുടെ സന്തോഷം, അതാണ് ഇറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ്. അത് എന്തിനേക്കാൾ പ്രാധാന്യമുള്ളതാണ്? ഗോയിങ് ടു കാശി ആൻഡ് വർഷിപ്പിംഗ് ലോർഡ് വിശ്വേശ്വര. ആ കാശിയിൽ പോയി ലോർഡ് വിശ്വേശ്വരനെ, ആ വിശ്വനാഥിനെ അത് എന്താ പറയുക, വർഷിപ്പ് ചെയ്യില്ല. പ്രാർത്ഥിക്കുന്നേക്കാൾ എത്രയോ മഹത്തായ ഒരു കാര്യമാണ് പാവപ്പെട്ട ആ പെൺകുട്ടിക്ക് ഒരു ജീവിതം നൽകാൻ സഹായിക്കുക. ആ കുട്ടിയുടെ സന്തോഷം, അതാണ് ഏറ്റവും വലിയ അൾട്ടിമേറ്റ് പുണ്യം, അതാണ് ഏറ്റവും വലിയ പുണ്യം എന്ന് അവർ പറയുകയാണ്. എത്ര മനോഹരമായ സംഭവം. നമ്മൾ പല ആളുകളുടെ ഇഷ്ടംപോലെ പൈസ ഉണ്ടാവും, 24 മണിക്കൂറും പൂജ ചെയ്യും, ഒരാളെ സഹായിക്കില്ല, എന്ത് കാര്യം? അപ്പോൾ ഈ അമ്മൂമ്മ എത്രയോ, അതുകൊണ്ട് തന്നെ ഈ നോവൽ വളരെ, ദിസ് നോവൽ വാസ് വെരി ഫേമസ് ആൻഡ് എവറിബഡി യൂസ് ടു വെയിറ്റ് ഫോർ ദിസ് മാഗസിൻ ടു കം.
Now, in our story, our grandmother Krishtaka, she identified her with the protagonist of this novel. Who is the protagonist? Protagonist. Protagonist means the main character. ഓക്കെ, ആ ഒരു മെയിൻ ക്യാരക്ടർ ആയിട്ട് ഇവർ റിലേറ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. കാരണം ഈ ഗ്രാൻഡ് മദർ ക്രിസ്റ്റാക്കയും കാശിയിലേക്ക് പോകാൻ വളരെയധികം ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ യങ് ഗേൾ, ഈ 12 വയസ്സുള്ള പെൺകുട്ടി ഈ നോവൽ വരുമ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് ഇവരാണ് വായിച്ചു കൊടുത്തത്. ഇറ്റ് വാസ് ദിസ് യങ് ഗേൾ, ദ 12-year-old ഗേൾ, ഷീ യൂസ് ടു റീഡ് ദ നോവൽ to her grandmother, and the grandmother would eagerly wait for the next episode to read. She will wait for every week, every Wednesday to come, because all Wednesday this magazine used to come. That time TV was not there, okay, mobile was not, nothing was there, so we had to depend only on books and magazines and newspapers and radio also. Even TV was not there. അപ്പോൾ അങ്ങനെയുള്ള കാലത്ത് TV ഇല്ല, മൊബൈലില്ല, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് കമ്പ്യൂട്ടറോ അങ്ങനെയുള്ള യാതൊരു കാര്യമില്ല. അപ്പോൾ എല്ലാവർക്കും എന്തെങ്കിലും കഥകൾ കേൾക്കാൻ പറ്റുന്നാൽ ഈ പുസ്തകങ്ങൾ വായിക്കാൻ, മാഗസിനുകൾ വായിക്കാൻ, ന്യൂസ് പേപ്പർ, അതല്ലാതെ വേറെ വഴിയൊന്നുമില്ലായിരുന്നു. അപ്പോൾ ഈ അമ്മൂമ്മയ്ക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നോവൽ എന്ന് പറഞ്ഞാൽ ഒരു ഹരം കയറി, ചില ആളുകൾ കണ്ടിട്ടില്ലേ സീരിയൽ കണ്ട് ഹരം കയറിയിട്ട് ദേ വിൽ വെയിറ്റ് ഫോർ ദ എപ്പിസോഡ് എവറി ഡേ. അതുപോലെ അമ്മൂമ്മയും കാത്തിരിക്കും. അപ്പോൾ ഇവർ കൊച്ചു പെൺകുട്ടി എന്ത് ചെയ്യും? ഷീ യൂസ് ടു റീഡ് ദിസ് നോവൽ ടു ഹർ. And this grandmother, and once she hears this episode, it becomes by heart for her. ഈ എപ്പിസോഡ് ഒരു പ്രാവശ്യം കേട്ട് ഈ അമ്മൂമ്മയ്ക്ക് എന്താണ് ഇത് ബൈ ഹാർട്ടായി മാറും. Okay, and the next day when they sit in the temple complex, in the courtyards means ഈ അമ്പലത്തിൻ്റെ ഒക്കെ മുറ്റത്ത് കണ്ടില്ല ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടാവും. അപ്പോൾ ഈ സ്ത്രീകളെല്ലാവരും എന്ത് ചെയ്യും? They will sit together, the old ladies, okay, and the children, they will be playing hide and seek there. കുട്ടികളൊക്കെ എന്ത് ചെയ്യും? അമ്പലത്തിൻ്റെ അവിടെ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ടായിരിക്കും. അപ്പോൾ ഇവരെന്ത് ചെയ്യും? കുട്ടികളൊക്കെ ഹൈഡ് ആൻഡ് സീക്ക്, നമ്മൾ അമ്പസ്ഥാനി എന്നൊക്കെ പറയാം, ഹൈഡ് ആൻഡ് സീക്ക് കളിക്കും. ഈ അമ്മൂമാരൊക്കെ ഒരുമിച്ചിരുന്ന് വർത്താനം പറയും. അവരുടെ മെയിൻ ഡിസ്കഷൻ വാസ് ദിസ് കാശിയാത്ര എന്നാണ് ഈ നോവലിൻ്റെ പേര്. അപ്പോൾ ഓരോ നോവലും ഓരോ എപ്പിസോഡും വരുമ്പോൾ ആ എപ്പിസോഡുകളെ കുറിച്ചായിരിക്കും അവർ ഏറ്റവും കൂടുതൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. വൺ ഡേ ദിസ് യങ് ഗേൾ, ഷീ വെന്റ് ടു എ നൈബറിംഗ് വില്ലേജ് ടു അറ്റൻഡ് എ മാരേജ്. അപ്പോൾ ഈ കൊച്ചുകുട്ടി അമ്മൂമ്മയ്ക്ക് വായിച്ചു കൊടുത്തുകൊണ്ടിരുന്ന ആ കൊച്ചുകുട്ടി എന്ത് ചെയ്യുന്നു? അടുത്ത വില്ലേജിലേക്ക് ഒരു കല്യാണത്തിന് വേണ്ടി പോവാണ് വിത്ത് ഹെർ കസിൻസ്. അവരുടെ കസിൻസിൻ്റെ കൂടെ ഒരു കല്യാണത്തിന് പോവാണ്. ആൻഡ് ഷി വാസ് ടു കം ബാക്ക് ഇൻ എ കപ്പിൾ ഓഫ് ഡേയ്സ്. ആ കുട്ടി 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരാം. കപ്പിൾ ഓഫ് ഡേയ്സ് മീൻസ് 2 ദിവസം. 2 ദിവസത്തിന് തിരിച്ചു വരേണ്ടതായിരുന്നു. പക്ഷേ 2 ദിവസമല്ല, ആ കുട്ടി ഒരാഴ്ച അവിടെ ആ വീട്ടിൽ, ബന്ധുവീട്ടിൽ തങ്ങി. ഷീ സ്റ്റേഡ് ദെയർ ഫോർ, സ്റ്റേ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തങ്ങുക, താമസിക്കുക, STAY, സ്റ്റേഡ് ദെയർ ഫോർ 1 week, ഒരാഴ്ച അവിടെ നിന്നു. വെൻ ഷീ കെയിം ബാക്ക്, അവർ തിരിച്ചു വന്നപ്പോൾ ഷീ സോ ഹെർ ഗ്രാൻഡ്മ in tears. അപ്പോൾ ഈ കുട്ടി തിരിച്ചു വന്നപ്പോൾ നോക്കിയപ്പോൾ അവരെ അമ്മൂമ്മ എന്താണ് നോക്കിയപ്പോൾ അമ്മൂമ്മയുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞേക്കുക. വെൽഡ് അപ്പ്, WELLED, വെൽഡ് അപ്പ് മീൻസ് കണ്ണിങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ്. വെൽഡ് അപ്പ് മീൻസ് കണ്ണ് നിറഞ്ഞ് നിൽക്കുക വിത്ത് ടീയേഴ്സ്. അമ്മൂമ്മയോട് ചോദിച്ചു എന്താ പ്രശ്നം ചോദിച്ചു. അപ്പോൾ അമ്മൂമ്മയ്ക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ വിഷമം. അപ്പോൾ അമ്മൂമ്മ ലാസ്റ്റ് പറയണം, നോക്കൂ, when you went for the marriage, I was expecting you to come back in 2 days. നീ കല്യാണത്തിന് പോയപ്പോൾ, when you went for the marriage, I was expecting you. Expect means EXPECT. Expect means പ്രതീക്ഷിക്കുക. I was expecting you to come back within 2 days. But you didn't come. അപ്പം ഞാൻ നീ 2 ദിവസത്തിനുള്ളിൽ തിരിച്ചു വരുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. അങ്ങനെ ഞാൻ അവിടെ കാത്തിരിക്കും, ഈ വർഷം വന്നില്ല. ആസ് യൂഷ്വൽ മീൻസ് പതിവ് പോലെ. ആസ് ഒരു വേർഡ് USUAL, യൂഷ്വൽ മീൻസ് പതിവ് പോലെ. എന്തുണ്ടായിരുന്നു? ആ കർമ്മവീര എന്നുള്ള ഇതുണ്ടല്ലോ,
ആ ഇത് മാഗസിൻ അത് വന്നു. അതിലെ കാശിയാത്ര എന്നുള്ള നോവൽ വായിക്കാൻ വേണ്ടി ഈ അമ്മൂമ്മ ഈ മാഗസിൻ കയ്യിലെടുത്തേക്കാണ്. ആസ് യൂഷ്വൽ ദ കർമ്മവീര കെയിം. എന്നിട്ട് അമ്മൂമ്മ എന്ത് ചെയ്തു, ഇങ്ങനെ ടേൺഡ് ദ പേജസ്. അമ്മൂമ്മ പേജ് ടേൺ ചെയ്തു. അപ്പം നമ്മളൊരു നോവൽ നോക്കുമ്പോൾ അതിൽ കാണാം, യു ക്യാൻ സീ വെൻ ദേ റൈറ്റ് ദ നോവൽ പാർട്ട് ദർ വിൽ ബി എ പിക്ചർ ആൾസോ. ആൻഡ് അമ്മൂമ്മ, ദിസ് Krishtaka could not read, so she was looking into that picture that comes with the novel. ഈ നോവലിൽ ഇങ്ങനെ എഴുതുമ്പോൾ അതിനിടയ്ക്ക് ഒരു പിക്ചർ കൊടുക്കുമല്ലോ, ആ പിക്ചറിൽ ഇങ്ങനെ നോക്കിയിരുന്നു. ഷീ സ്ട്രോക്ക്ഡ് ഹെയർ ഹാൻഡ് ഓൺ. സ്ട്രോക്ക് വെച്ച കൈ കൊണ്ട് ഇങ്ങനെ 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 കാണിക്കുക. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ കാണിച്ച് നോക്കുക. എന്താണ് വല്ല അർത്ഥം? ഷീ ഈവൻ റാൻ ഹെയർ ഫിംഗേഴ്സ് ഓവർ ദ ലെറ്റേഴ്സ്. അവരെന്ത് ചെയ്ത്, ഈവൻ ഇങ്ങനെ പിക്ചറിൻ്റെ മേലെ നോക്കി, അതുപോലെ സ്ട്രോക്ക് വെച്ച് ഇങ്ങനെ തഴുകാതൊക്കെയുള്ള അർത്ഥം. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ റണ്ണിങ് ദ ഫിംഗേഴ്സ് എന്ന് വെച്ചാൽ വിരലുകൾ ഇങ്ങനെ ഓടിക്കുക ലെറ്റേഴ്സിൻ്റെ കൂടെ. അപ്പോഴും എന്താണ് വിചാരിച്ചാൽ, മേ ബി മൈ ഫിംഗേഴ്സ് വുഡ് ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. ഒരു പ്രതീക്ഷിച്ചുകൊണ്ട്, വിത്ത് എക്സ്പെക്ടിങ് സംതിങ്, പ്രതീക്ഷിച്ചുകൊണ്ട്, എന്ത്, ഒരു പക്ഷേ എൻ്റെ ഈ വിരലുകൾക്ക് ഇത് വായിക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ അത് ചെയ്തു. ബട്ട് ഷീ കുഡ് നോട്ട് റീഡ് ഇറ്റ്. And then she thought she would go. She's saying she was thinking even to go to the village where her 12-year-old granddaughter was. അവൻ പറയുന്നു, ഞാൻ ഇത്ര വരെ ചിന്തിച്ചു, എന്ത്, ഞാൻ നേരെ ആ വില്ലേജിലേക്ക് വന്നു. കാരണം അമ്മൂമ്മയ്ക്ക് ആ കഥയിൽ എന്താണ് നെക്സ്റ്റ് നടന്ന് അറിയാനുള്ള ആ താല്പര്യം കൊണ്ട് അവിടെ വരെ പോയാലോ എന്ന് വിചാരിച്ചു. ദെൻ ഐ ഡിസൈഡ് നോ, ഇറ്റ് ഈസ് നോട്ട് റൈറ്റ് ടു ഗോ ദേർ. അവിടേക്ക് പോകുന്നത് ശരിയല്ല എന്ന് എനിക്ക് തോന്നി. ദെൻ ഐ തോട്ട് ഓഫ് ആസ്കിങ് സംബഡി, നൈബേഴ്സ് ടു റീഡ് ഇറ്റ് ഫോർ ഹെർ. ഇപ്പം ചാൾ പറഞ്ഞ ഒരു നൈബേഴ്സിനോട് അങ്ങനെ പറഞ്ഞാലോ, അവർക്ക് വേണ്ടി വായിച്ചു തരാൻ പറഞ്ഞാലോ എന്ന് അവർ ആലോചിച്ചു. Then she says, I thought that is also not good. Embarrassing. EMBARRASSING. Embarrassing means confusing. ഒരു കുഴപ്പം പിടിക്കുക, അത് നാണക്കേട് മാതിരി തോന്നി. അതുകൊണ്ട് എന്ത് ചെയ്തില്ല അമ്മൂമ്മ? she didn't contact anybody. ഒരാളെടുത്തും പോയില്ല. She patiently waited for her granddaughter to come back. അപ്പം അന്ന് തിരിച്ചു വരാൻ എന്ത് ചെയ്തു? വളരെ പേഷ്യൻ്റലി, വളരെ ക്ഷമയോടുകൂടി അവരുടെ ആ കൊച്ചുമകൾ വരാൻ വേണ്ടി കാത്തിരുന്നു. ദെൻ അന്ന് രാത്രി, ദാറ്റ് നൈറ്റ് they were sleeping on the terrace. Most of the people I have seen in North India also, in Kannada, all these parts, during the summer season they used to sleep on the terrace. ആളുകളൊക്കെ എന്ത് ചെയ്യും? ടെറസിൻ്റെ മേലെ കിടന്നുറങ്ങും. അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പോൾ ഈ കുട്ടി അമ്മൂമ്മയും കൂടി ടെറസിൻ്റെ മേലെ കിടക്കുകയാണ്. ആൻഡ് ദർ വാസ് ഫുൾ മൂൺ, നല്ല ഫുൾ ചന്ദ്രൻ പ്രകാശിക്കുന്നുണ്ട്. ആഫ്റ്റർ സം ടൈം ദിസ് Krishtaka, the grandmother, came to her bedside. ആ കുട്ടീൻ്റെ കട്ടിൻ്റെ അടുത്ത് അവളുടെ അടുത്ത് വന്ന്, ആൻഡ് ഷീ സാറ്റ് there, അവിടെ ഇരുന്നു. അതിനുശേഷം പതുക്കെ ഷീ സ്റ്റാർട്ടഡ് ടു സ്ട്രോക്ക് ഹെർ ഫോർഹെഡ് വിത്ത് ഹെർ ഹാൻഡ്. ഈ അമ്മൂമ്മ എന്ത് ചെയ്തു? ഈ കുട്ടിയുടെ ആ നെറ്റിയിലിങ്ങനെ അവരെ കൈകൊണ്ട് ഇങ്ങനെ തലോടാൻ തുടങ്ങി. Then the girl understood that she wanted to say something. അപ്പോൾ കുട്ടിക്ക് മനസ്സിലായി അമ്മൂമ്മയ്ക്ക് എന്തോ പറയാനുണ്ട്. അപ്പോൾ അവരോട് ചോദിക്കുന്നത്, അമ്മൂമ്മ വാട്ട് ഹാപ്പൻ? ഓ ഗ്രാൻഡ്മ വാട്ട് ഹാപ്പൻഡ്? ദെൻ അമ്മൂമ്മ ഒരു സൈ എന്ന് വെച്ചൊരു ദീർഘനിശ്വാസം, SIGH. സൈ മീൻസ് after heaving a sigh, HEAVING. ഹീവിങ് മീൻസ് ഈ നിശ്വാസം ഇങ്ങനെ വിടുന്നതിനാണ് ഹീവ് എന്ന് പറയുക. നിശ്വാസം, ദീർഘനിശ്വാസം, സൈ, SIGH. And she said, when I was a young girl, I lost my mother. There was nobody to look after and guide me. My father was a busy man and got married again. In those days, people never considered education essential for girls. So I never went to school. I got married very young and had children and became very busy. Later I had grandchildren and always felt much happiness in cooking and feeding all of you. At times I used to regret not going to school. So I made sure that my children and grandchildren studied well. ഈ അമ്മൂമ്മ വന്നിട്ട് മകളോട് പറയാണ്,
എൻ്റെ വളരെ ചെറുപ്പത്തിൽ തന്നെ, ഇൻ മൈ വെരി യങ് ഏജ്, മൈ മദർ ഡൈഡ്. എൻ്റെ അമ്മ മരിച്ചു. ആൻഡ് മൈ ഫാദർ വാസ് എ വെരി ബിസി മാൻ. എൻ്റെ അച്ഛൻ എന്താണ് വലിയ തിരക്ക് പിടിച്ച ഒരാളായിരുന്നു. ഹീ മാരീഡ് അഗെയിൻ. അദ്ദേഹം എന്ത് ചെയ്തു? വീണ്ടും ഒരു രണ്ടാം വിവാഹം കഴിച്ചു. ദാറ്റ് ടൈം നോബഡി കൺസിഡേർഡ് ഗേൾസ് എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടൻറ്റ്. ആ ടൈമിൽ ഒരാളും നോബഡി കൺസിഡേർഡ്, നോബഡി വെച്ചാൽ ആരും തന്നെ അങ്ങനെ ചെയ്തില്ല. കൺസിഡർ പരിഗണിക്കുക. CONSIDERED, കൺസിഡേർഡ്, പാസ്റ്റ് ടെൻസ്. ഒരാളും ഈ ഗേൾസിൻ്റെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ആരും സീരിയസ് ആയിട്ട് പരിഗണിച്ചിരുന്നില്ല. ഓക്കെ, സോ വാട്ട് ഹാപ്പൻ? ഷി വാസ് മാരീഡ് ഇൻ എ വെരി യങ് ഏജ്. ഈ അമ്മുമ്മ വളരെ ചെറുപ്പത്തിലെ തന്നെ അമ്മൂമ്മനെ കല്യാണം കഴിച്ചു കൊടുത്തു. യു ക്യാൻ സേ, ഐ മീൻ, ആസ്ക് യുവർ അമ്മൂമ്മസ് ആൻഡ് ദേ വിൽ ഓൾസോ സേ ദേ ഗോട്ട് മാരീഡ് ഇൻ എ വെരി യങ് ഏജ്. മിക്കവാറും നമ്മുടെയൊക്കെ ആ കാലത്തുള്ള അമ്മൂമ്മമാരൊക്കെ വളരെ 13-14 വയസ്സിലൊക്കെ എല്ലാവരും കല്യാണം കഴിഞ്ഞു. അപ്പോൾ അത് തന്നെ ആഫ്റ്റർ എന്തുണ്ട് മാരേജ് ഐ ഹാഡ് ചിൽഡ്രൻ. അത് കഴിഞ്ഞപ്പോൾ ഐ ഹാഡ് ചിൽഡ്രൻ, കുട്ടികളുണ്ടായി. ഐ ഹാഡ് ചിൽഡ്രൻ. ദെൻ ഐ ഹാഡ് ഗ്രാൻഡ് ചിൽഡ്രൻ. അത് കഴിഞ്ഞിട്ട് ഞാനൊരു അമ്മൂമ്മയായി, ഗ്രാൻഡ് ചിൽഡ്രൻ, പേരക്കുട്ടികളുണ്ടായി. അപ്പം എൻ്റെ ഏറ്റവും വലിയ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇവർക്കൊക്കെ നല്ല നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക, കാര്യങ്ങൾ ചെയ്യുക. ഇത് മാത്രമാണ് ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഈവൻ ഡൂയിങ് ഓൾ ദീസ് ടൈം ഓഫൺ ഐ റിഗ്രറ്റ് ഫോർ നോട്ട് ഹാവിങ് എഡ്യൂക്കേറ്റഡ്. ഞാൻ ആ വിദ്യാഭ്യാസം കിട്ടാത്തതിലുള്ള അല്ലെങ്കിൽ നേടാൻ കഴിയാത്തതിലുള്ള ആ റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, നമ്മളൊരു പശ്ചാത്താപം അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും ഒരു തോന്നൽ, അയ്യോ പറ്റിയില്ലോ. ആ റിഗ്രറ്റ്, റിഗ്രറ്റ്, പശ്ചാത്താപം എന്നൊക്കെ പറയാം, അത് എപ്പോഴും എനിക്ക് ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തോ ഒരു നിർബന്ധം പിടിച്ചു, എൻ്റെ മക്കളും, മൈ ചിൽഡ്രൻ ആൻഡ് മൈ ഗ്രാൻഡ് ചിൽഡ്രൻ സ്റ്റഡീഡ് വെൽ. ഒരു കാര്യത്തിൽ എനിക്ക് നിർബന്ധമായിരുന്നു, എൻ്റെ കുട്ടികളും എൻ്റെ കുട്ടികളുടെ കുട്ടികളും നിർബന്ധമായി പഠിച്ചിരിക്കണം എന്ന് എനിക്ക് നിർബന്ധമായി.